അസ്സലാമലൈക്കും. അച്ചോസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബേക്കറിയിൽ കിട്ടുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മടക്ക് കാജ. ഓരോ നാട്ടിൽ എന്തെന്നാ ഇതിന് പറയാമെന്നറിയില്ല, ഞങ്ങൾ പറയാം മടക്ക് കാജ എന്നാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള മടക്ക് കാജ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഈ ഒരു കാജ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. കാജ എന്ന് പറയുമ്പോൾ മധുരമുള്ള സാധനമാണല്ലോ, അപ്പോൾ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഏതായാലും കുഴപ്പമില്ല, നമ്മളെ വെളിച്ചെണ്ണ അങ്ങനത്തെ എണ്ണകളൊന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അതും ഒരുപാടൊന്നും വേണ്ട. നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഇതുപോലെ കണ്ടില്ല, ഇതുപോലെ ആയി കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കോ ഒക്കെ കുഴച്ചെടുക്കുന്നില്ല, അതുപോലെ കുഴച്ചെടുക്കുക. മൈദ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 20-25 മിനിറ്റോളം ആ ഒരു ഡോ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കാജയിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഒറ്റനൂൽ പരുവം അതുപോലെയൊന്നും ആവേണ്ടതില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു കാജ വറുത്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നങ്ങ് ഡിപ്പ് ചെയ്തിട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് ലൂസിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവാകുന്ന സമയത്ത് ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഈ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മളിനി ഇത് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുള്ള ഓരോ മൈദയും ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ മൈദപ്പൊടിക്ക് പകരം കോൺഫ്ലോർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ വളരെ സ്മൂത്തായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇനി നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഓരോ മൈദയിലും ഇതുപോലെ ജസ്റ്റ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കോൺഫ്ലോറിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഒന്നങ്ങ് തൂവി കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള അടുത്ത മൈദേൻ്റെ ആ ഒരു പരത്തിയത് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുക. എത്രയാണോ നമ്മൾ ഇതുപോലെ റൗണ്ടിലായിട്ട് പരത്തി എടുത്തിട്ടുള്ളത് അത് മുഴുവനും ആദ്യം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോൺഫ്ലോറിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ആ ഒരു മൈദ വെച്ച് കൊടുക്കുക. അങ്ങനെ എത്രയാണോ നമ്മൾ ലെയറാക്കി എടുക്കുന്നത് അത്രയും ലെയർ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ലെയർ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ടും ഇതുപോലെ തന്നെ ഓയിൽ ബ്രഷ് ചെയ്യുക. കുറച്ച് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് പതുക്കെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തതിന് ശേഷം നമ്മളിത് കത്തി വെച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്നത് നമ്മൾ എത്രയാണോ ആ ഒരു പലഹാരത്തിൻ്റെ വീതിയും നീളമൊക്കെ വേണ്ടത് ആ ഒരു അളവിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുക. ആ ഒരു മുറിച്ച് വെച്ചിട്ടുള്ള ഓരോ പീസിലും നമുക്ക് ആ ഒരു എത്രയാണോ ലെയർ ഉള്ളത് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്നങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് അമർത്തി കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ലെയർ വിട്ട് കിട്ടില്ല. കാജൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ലെയർ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ആ ഒരു ഓയിലിടുന്ന സമയത്ത് തന്നെ നമുക്കത് കറക്റ്റ് നല്ല പൊങ്ങിയിട്ട് ആ ഒരു ലെയേഴ്സൊക്കെ വിട്ട് വരുന്നത് പോലെ കാണാൻ പറ്റും. ഇനി ഇത് നമുക്ക് മറ്റേ സൈഡ് കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷുഗർ സിറപ്പിൽ ജസ്റ്റ് ഒന്നങ്ങ് ഡിപ്പ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മളിത് തിരിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഉള്ളിലൊക്കെ ഷുഗർ സിറപ്പ് കൂടുതലായിട്ട് സോഫ്റ്റായി പോകും. നമ്മുടെ കാജ എന്ന് പറയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ആ ഒരു ഷുഗർ സിറപ്പ് ആവുന്ന തരത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ അത് കോരി മാറ്റുക.
ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കാജ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭാര്യയുടെ ബന്ധുക്കൾ ആദ്യമായിട്ട് വിരുന്ന് വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന സാധനങ്ങളിൽ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു കാജ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെയായിട്ട് ബേക്കറിയിൽ നിന്നാണ് ഈ ഒരു കാജ വാങ്ങിക്കാറുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുകയില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.